അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. നമ്മളിന്ന് ഹോർട്ടിക്കൾച്ചർ സെക്ഷനിൽ ഞാൻ എടുത്ത ടോപ്പിക്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുവാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗാർഡനിങ്, സ്റ്റൈൽസ് ഓഫ് ഗാർഡനിങ്, പിന്നെ കാർണേഷൻ, അങ്ങനത്തെ കുറച്ച് ക്രോപ്സും ഒക്കെ എടുത്തായിരുന്നല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കിയിരുന്നില്ല. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. So first question, carnation belongs to family Orchidaceae, Musaceae, Cryophyllaceae, Araceae. കാർണേഷൻ ഏത് ഫാമിലിയിൽ വരുന്ന ഫ്ലവർ ക്രോപ്പ് ആണ്? ആൻസർ ഇസ് Cryophyllaceae ആണ്. കാർണേഷൻ ബിലോങ്സ് ടു ദ ഫാമിലി Cryophyllaceae. ഓർക്കിഡേസിയ ഗ്രൂപ്പ് ഫാമിലി അറിയാം, നമ്മുടെ ഓർക്കിഡ് ഗ്രൂപ്പ്സ് എല്ലാം ഓർക്കിഡേസിയയിലാണ് വരുന്നത്. അതുപോലെ തന്നെ മ്യൂസേസിയയിൽ വരുന്നത് ഓർണമെന്റൽ ടൈപ്പ് ബനാനയുടെ ഓർണമെന്റൽ ടൈപ്പ് ബനാന ക്രോപ്സ് എല്ലാം മ്യൂസേസിയയിലാണ് വരുന്നത്. അരേസിയയിൽ വരുന്ന ഫ്ലവർ ക്രോപ്സ് ആണ് ആന്തോറിയം, സിങ്കോണിയം മുതലായ ക്രോപ്സ് എല്ലാം അരേസിയയിലാണ് വരുന്നത്. സോ കാർണേഷൻ ബിലോങ്സ് ടു ഫാമിലി Caryophyllaceae. Okay. Next, carnation flowers are sensitive to citric acid, ethylene, NaOH, KMS. ഇതിൽ ഏത് കെമിക്കലിനാണ് കാർണേഷൻ ഫ്ലവേഴ്സ് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത്? സിട്രിക് ആസിഡ് ആണോ, എത്തിലീൻ ആണോ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ, പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് ആണോ? ഏതാണ്? Answer is ethylene. So carnation flowers are more sensitive to ethylene gas. Ethylene gas-നോട് വളരെ സെൻസിറ്റീവ് ആണ് കാർണേഷൻ. Next, the basic chromosome number of dianthus. കാർണേഷൻ ഗ്രൂപ്പിന്റെ ബേസിക് ക്രോമോസോം നമ്പർ എത്രയാണ്? 7, 9, 15, 11. ഇതിൽ ഏതാണ് കാർണേഷൻ ഗ്രൂപ്പ്, അതായത് ഡയാന്തസ് ഗ്രൂപ്പിന്റെ ബേസിക് ക്രോമോസോം നമ്പർ? ആൻസർ ഇസ് 15. 15 ആണ് ഡയാന്തസിന്റെ ബേസിക് ക്രോമോസോം നമ്പർ. Which of these is not a type of carnation? ഇതിൽ ഏതാണ് കാർണേഷൻ അല്ലാത്തത്? പല വെറൈറ്റി, 4 വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാർണേഷൻ ഗ്രൂപ്പിൽ പെടുന്ന, കാർണേഷന്റെ വെറൈറ്റിയിൽ പെടുന്ന അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാർമണി, പെർപെച്വൽ, മാർഗരറ്റ്, ബോർഡർ. വെറൈറ്റീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. വെറൈറ്റീസ് എല്ലാം നമ്മൾ നോക്കിയിരിക്കണം. വെറൈറ്റീസ് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ഏത് ക്രോപ്പിൻ്റെതായാലും. സോ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കണം ഇന്ന വെറൈറ്റി ഇന്ന ക്രോപ്പിൻ്റെതാണെന്ന്. അപ്പൊ ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വിച്ച് ഓഫ് ദീസ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് കാർണേഷൻ? ഏതാണ്? ഹാർമണി, പെർപെച്വൽ, മാർഗരറ്റ്, ബോർഡർ. ആൻസർ ഇസ് ഹാർമണി. ഹാർമണി എന്ന് പറയുന്നത് മാരിഗോൾഡിന്റെ ഒരു വെറൈറ്റി ആണ് ഹാർമണി. ബാക്കി പെർപെച്വൽ, മാർഗരറ്റ്, ബോർഡർ ഇതെല്ലാം ടൈപ്പ് ഓഫ് കാർണേഷൻ. Pinching is not followed in case of carnation. ഇത് ഈ പറയുന്നതില് ഏത് ടൈപ്പ് പിഞ്ചിങ് ആണ് കാർണേഷനിൽ ഫോളോ ചെയ്യാത്ത? പിഞ്ചിങ് എന്ന് പറയുന്നത് ഒരു ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻ ആണ്. കാർണേഷനിൽ ഫോളോ ചെയ്യുന്ന ഒരു ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻ ആണ് പിഞ്ചിങ്. ഈ താഴെ പറയുന്നതിൽ ഏതാണ് നോട്ട് ഫോളോഡ് ഇൻ കേസ് ഓഫ് കാർണേഷൻ? ഏതൊക്കെയാണ്? ഡബിൾ, പിഞ്ച് ആൻഡ് ഹാഫ്, റെഗുലർ, സിംഗിൾ. ഇതിൽ ഏത് ടൈപ്പ് പിഞ്ചിങ് ആണ് കാർണേഷനിൽ ഫോളോ ചെയ്യുന്നത് അല്ലാത്തത്? ഓക്കെ, ആൻസർ ഇസ് റെഗുലർ. ബാക്കി 3 ടൈപ്പ് ഓഫ് പിഞ്ചിങ് കാർണേഷനിലുള്ളതാണ്. ഇപ്പൊ പിഞ്ചിങ് എന്താണെന്നും 3 ടൈപ്പ് ഏതൊക്കെയാന്നുള്ളത്
ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ സോറി ഓക്കെ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇപ്പം ഡബിൾ എന്താണ്, പിഞ്ച് ആൻഡ് ഹാഫ് മെത്തേഡ് ഏതാണ്, സിംഗിൾ മെത്തേഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. സിംഗിൾ പിഞ്ച് എന്തായിരുന്നു? ടോപ്പ് ഓഫ് ദ മെയിൻ ഓർ ദ ലീഡർ ഷൂട്ട് റിമൂവ് ചെയ്തിട്ട് 5 പെയർ ലീവ്സ്, അതായത് ഫ്രം വിച്ച് 4 to 5 ലാറ്ററൽ ഷൂട്ട്സ്, ലാറ്ററൽ 4-5 ലാറ്ററൽ ഷൂട്ട്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അനുവദിച്ചിട്ട് ബാക്കി ആ മെയിൻ ഷൂട്ടിനെ റിമൂവ് ചെയ്ത് കളയാം. സോ ദാറ്റ് ഇസ് നോൺ എസ് സിംഗിൾ പിഞ്ച്. So these lateral shoots will produce flowers at the same time. Particularly അത് ഹൈബ്രിഡ് സ്റ്റാൻഡേർഡ് കാർണേഷനിലാണ് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പിഞ്ച് ആൻഡ് ഹാഫ് എന്ന് പറയുന്നത് വേറൊരു മെത്തേഡ് ആയിരുന്നു. ദിസ് മെത്തേഡ് ഇസ് ഫോളോ ടു റെഗുലേറ്റ് ദ സപ്ലൈ ഓഫ് ഫ്ലവേഴ്സ് ത്രൂ ഔട്ട് ദ ഇയർ. കൂടുതൽ സപ്ലൈ, അതായത് ഫ്ലവർ സപ്ലൈ ത്രൂ ഔട്ട് ദ ഇയർ ഫ്ലവേഴ്സ് സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിഞ്ച് ആൻഡ് ഹാഫ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. It involves the removal of the main stem tip to induce 4 to 5 lateral shoots. When these lateral shoots develop 5 to 6 pairs of leaves, only half the number of the lateral shoots are pinched. അതായത് 4-5-6 പെയർ ലീവ്സിൽ ഒരു ലാറ്ററൽ ഷൂട്ട്സിന്റെ ഹാഫ് നമ്പർ മാത്രം പിൻ ചെയ്ത് വിടാം. ബാക്കി ലാറ്ററൽ ഷൂട്ട്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കും. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് സ്റ്റഡി സപ്ലൈ ഓഫ് ഫ്ലവേഴ്സ് ബട്ട് റെഡ്യൂസസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡ്രോപ്പ്. നെക്സ്റ്റ് ഡബിൾ പിഞ്ച്. ഡബിൾ പിഞ്ച് എന്ന് പറയുന്നത് ആദ്യം മെയിൻ ഷൂട്ട് പിൻ ചെയ്യുക, ഫോളോഡ് ബൈ പിഞ്ചിങ് ഓഫ് ഓൾ ദ ലാറ്ററൽ ഷൂട്ട്സ് അറൈസിംഗ് ഫ്രം ദ ഫസ്റ്റ് പിഞ്ച്. ഓക്കെ, ആദ്യം മെയിൻ ഷൂട്ട് പിൻ ചെയ്യും, അതിനുശേഷം ലാറ്ററൽ ഷൂട്ട്സിന്റെ എല്ലാം ടിപ്പ് പിൻ ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ്സാണ് ഡബിൾ പിഞ്ചിങ്. ഇതിന് കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല, കാരണം ഈൽഡ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലവറിന്റെ ക്വാളിറ്റി പുവർ ആകാനുള്ള ചാൻസ് ഉണ്ട് ഡബിൾ പിഞ്ചിങ്. സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് പിഞ്ചിങ് ഫോളോഡ് ഇൻ കാർണേഷൻ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് റെഗുലർ. റെഗുലർ എന്ന് പറയുന്നത് ടൈപ്പ് പിഞ്ചിങ് ഇല്ല, കാർണേഷനിൽ അങ്ങനത്തെ ടൈപ്പ് ഇല്ല. ഓക്കെ, ഇതായിരുന്നു എന്റെ പിക്ചർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കാലിക് സ്പ്ലിറ്റിംഗ് ഇൻ കാർണേഷൻ ഒക്കേഴ്സ് വെൻ നൈട്രേറ്റ് കോൺസെൻട്രേഷൻ ഇസ് ഹൈ, ആബ്സെന്റ്, ലോ, വെരി ഹൈ. കാലിക് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫിസിയോളജിക്കൽ ഡിസോർഡർ പോലെ വരുന്നതാണ് കാർണേഷനിൽ. അതിന്റെ ഇതളുകൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്ന ഒരു ഡിസോർഡർ. ഇത് ഉണ്ടാകുന്നത് നൈട്രേറ്റിന്റെ കോൺസെൻട്രേഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. ഈ നൈട്രേറ്റ് കോൺസെൻട്രേഷനിൽ എങ്ങനെ വ്യത്യാസം വന്നാലാണ് കാലിക് സ്പ്ലിറ്റിംഗ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. വെൻ ഇറ്റ് ഈസ് ഹൈ അല്ലെങ്കിൽ നൈട്രേറ്റ് കോൺസെൻട്രേഷൻ ആബ്സെന്റ് ആണെങ്കിലാണോ, അതോ നൈട്രേറ്റ് കോൺസെൻട്രേഷൻ ലോ ആണെങ്കിലോ, വെൻ ഇറ്റ് ഈസ് വെരി ഹൈ ആകുമ്പോഴാണോ, ആബ്സെന്റ് ആകുമ്പോഴാണോ, ലോ ആകുമ്പോഴാണോ കാലിക് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നത്, നൈട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ. സോ ദ ആൻസർ ഇസ് ഏതാണ്? നൈട്രേറ്റ് കോൺസെൻട്രേഷന്റെ അളവ് എങ്ങനെയാകുമ്പോഴാണ് കാലിക് സ്പ്ലിറ്റിംഗ് ഉണ്ടാകുക? ലോ. യെസ്, നൈട്രേറ്റ് കോൺസെൻട്രേഷൻ ലോ ആകുമ്പോഴാണ് കാലിക് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാലിക്സ് ബാൻഡിങ് എന്തിനാണ് ചെയ്യുന്നത്? കാലിക്സ് ബാൻഡിങ് എന്ന് പറയുന്ന പ്രോസസ് എന്തിനാണ് ചെയ്യുന്നത്? ഫംഗൽ അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാനാണോ, നെമറ്റോഡ് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാനാണോ, എത്തിലീൻ ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാനാണോ, അതോ കാലിക് സ്പ്ലിറ്റിംഗ് പ്രിവെന്റ് ചെയ്യാനാണോ കാലിക്സ് ബാൻഡിങ് എന്ന് പറയുന്ന പ്രോസസ് നടത്തുന്നത്? എന്ത് പ്രിവെന്റ് ചെയ്യാനാണ്? ആൻസർ ഇസ് കാലിക് സ്പ്ലിറ്റിംഗ്. കാലിക് സ്പ്ലിറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാലിക്സ് ബാൻഡിങ് ചെയ്യുന്നത്. അതായത് ഫ്ലവറിന്റെ അത് ഓപ്പൺ ആവുന്നതിന് മുന്നേ അതിനെ എന്താണ്, ഒരു ബാൻഡ് പോലെ, റബ്ബർ ബാൻഡ് പോലത്തെ ഒരു സാധനം ഇട്ട് കവർ ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും കാലിക് സ്പ്ലിറ്റിംഗ് ഡിസോർഡർ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഡിസ്ബഡിങ് ഇസ് ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻ ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് കാർണേഷൻ. പല ടൈപ്പ് കാർണേഷൻ പറഞ്ഞു, സ്പ്രേ ടൈപ്പ്, സ്റ്റാൻഡേർഡ് ടൈപ്പ്, അങ്ങനെ പല ടൈപ്പ് പറഞ്ഞു. അപ്പൊ അതിൽ ഡിസ്ബഡിങ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് കാർണേഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻ ആണ്? സ്പ്രേ ടൈപ്പ്, സ്റ്റാൻഡേർഡ് ടൈപ്പ്, പെർപെച്വൽ, ബോർഡർ. ഏത് ടൈപ്പ് കാർണേഷന്റെ ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻ ആണ് ഡിസ്ബഡിങ് എന്ന് പറയുന്നത്? Disbudding is an important operation of സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് കാർണേഷൻ. സ്റ്റാൻഡേർഡ് ടൈപ്പ് കാർണേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻ ആണ് ഡിസ്ബഡിങ്. ഓക്കെ, നെക്സ്റ്റ് അർക്ക ഫ്ലെയിം ഇസ് എ മ്യൂട്ടന്റ് വെറൈറ്റി ഓഫ്, സിമ്പിൾ ആണ്. അർക്ക ഫ്ലെയിം എന്ന് പറയുന്നത് എന്തിന്റെ മ്യൂട്ടന്റ് വെറൈറ്റി ആണ്? ക്രൈസാന്തമം കാർണേഷന്റെ മ്യൂട്ടന്റ് വെറൈറ്റി ആണ് അർക്ക ഫ്ലെയിം. ഇറ്റ് ഇസ് എ മ്യൂട്ടന്റ് വെറൈറ്റി. ഓക്കെ, നെക്സ്റ്റ് IHR റിലീസ് ചെയ്ത വെറൈറ്റി ആണ് അർക്ക ഫ്ലെയിം. IHR റിലീസ് ചെയ്യുന്ന വെറൈറ്റീസ് ആണ് അർക്ക എന്ന് പറയുന്ന പ്രിഫിക്സ് കൊടുക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് വിച്ച് among the following is an എയർ പ്യൂരിഫയർ? പറയുന്നതിൽ ഏത് ഓർണമെന്റൽ പ്ലാന്റ് ആണ് എയർ പ്യൂരിഫയർ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ്? ഏതാണ്? വാട്ടർ ലില്ലി, മാരിഗോൾഡ്, റീഡ്സ്, വീപ്പിംഗ് ഫിഗ്. ഏതിനാണ് എയർ പ്യൂരിഫയർ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളത്? എയർ പ്യൂരിഫയർ ആയിട്ട് വരുന്നത് വീപ്പിംഗ് ഫിഗ്. വീപ്പിംഗ് ഫിഗിന് എയർ പ്യൂരിഫിക്കേഷൻ കപ്പാസിറ്റി. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. സോ ഇറ്റ് can act as an air purifier. അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏത് പ്ലാന്റ് ആണ്? പറയുന്നതിൽ പീസ് ലില്ലി, നീം, സ്പൈഡർ പ്ലാന്റ്, ഐറിസ്. വിച്ച് വൺ ക്യാൻ ആക്ട് ആസ് എൻ വാട്ടർ പ്യൂരിഫയർ? വാട്ടർ പ്യൂരിഫയർ ആയിട്ട് ഉള്ളത് ഐറിസ്. ഐറിസ് പ്ലാന്റിന് വാട്ടർ പ്യൂരിഫിക്കേഷൻ കപ്പാസിറ്റി ഉണ്ട്. നെക്സ്റ്റ്, വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സിറ്റീസ് ഓഫ് ഇന്ത്യ. ഈ പറയുന്നതിൽ ഏതാണ് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ? ബാംഗ്ലൂർ, ന്യൂഡൽഹി, ലുധിയാന, ചണ്ഡീഗഡ്. ചണ്ഡീഗഡ്. യെസ്, ചണ്ഡീഗഡ്. കറക്റ്റ് ആൻസർ. ചണ്ഡീഗഡ് ആണ് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, ട്രീസ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ ബൈ. ട്രീസിന് എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ട്രീസിന് എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? ടെമ്പറേച്ചർ കുറച്ചിട്ടാണോ, അത് ടെമ്പറേച്ചർ കൂട്ടിയിട്ടാണോ, ഹ്യൂമിഡിറ്റി കൂട്ടിയിട്ടാണോ, അത് ഹ്യൂമിഡിറ്റി കുറച്ചിട്ടാണോ? reducing temperature, increasing temperature, increasing humidity or reducing humidity. എങ്ങനെയാണ് എയർ പൊല്യൂഷൻ കുറയ്ക്കുന്നത് ട്രീസ്? increasing humidity. സോറി, reducing temperature ആണ് കറക്റ്റ് ആൻസർ. ട്രീസ് കൂടുതൽ വരുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേക്കും എയർ പൊല്യൂഷൻ കുറയും. ഓക്കെ. നെക്സ്റ്റ്, അരേക്ക പാം is adapt at removing which pollutant from air? അരേക്ക പാമിന് ഏത് പൊല്യൂട്ടന്റിനാണ് റിമൂവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളത്? എയറിൽ നിന്നും ഏത് പൊല്യൂട്ടന്റിനെ മാറ്റാനുള്ള കപ്പാസിറ്റിയാണ് അരേക്ക പാമിനുള്ളത്? ബെൻസീൻ, ഫോമാൽഡിഹൈഡ്, ടൊലുവീൻ, CFC. ബെൻസീൻ, ഫോമാൽഡിഹൈഡ്, ടൊലുവീൻ, ക്ലോറോ കാർബൺ. ഏത് പൊല്യൂട്ടന്റിനെയാണ് അരേക്ക പാം റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? CFC. ഫോമാൽഡിഹൈഡ്. ഫോമാൽഡിഹൈഡിന്റെ എന്ന് പറയുന്ന പൊല്യൂട്ടന്റിനെ റിമൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് അരേക്ക പാമിനുള്ളത്. ഓക്കെ, ഫോമാൽഡിഹൈഡ്. നെക്സ്റ്റ്, അലോവേര ഈസ് പ്രൊഫിഷ്യന്റ് ഇൻ റെഡ്യൂസിങ് എയർ പൊല്യൂഷൻ ബൈ റിമൂവിങ്. അതുപോലെ അലോവേര ഏതിനെ റിമൂവ് ചെയ്യുക? ടൊലുവീൻ, CFC, ബെൻസീൻ, ട്രൈക്ലോറോ എത്തിലീൻ. അലോവേര റിമൂവ് ചെയ്യുന്നത് ബെൻസീൻ. അലോവേര ക്യാൻ റിമൂവ് ബെൻസീൻ ഫ്രം ദ എയർ. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് among the following helps in reducing noise pollution? ഇതിൽ ഏത് ക്രോപ്പിനാണ്, ഏത് ഓർണമെന്റൽ പ്ലാന്റിനാണ് നോയിസ് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്? പീസ് ലില്ലി, സ്നേക്ക് പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, യൂക്കാലിപ്റ്റസ്. വിച്ച് ക്യാൻ റെഡ്യൂസ് നോയിസ് പൊല്യൂഷൻ? യൂക്കാലിപ്റ്റസ്. കറക്റ്റ് ആൻസർ. യൂക്കാലിപ്റ്റസിന് നോയിസ് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. Next, dash can be created in a garden by repetition of single component or by blending different components. Dash can be created in a garden by repetition of single component or by blending different components. Balance, simplicity, unity, focus. ഈ പറയുന്നതിൽ ഏതാണ് ക്രിയേറ്റ് ആവുന്നത്? അതായത് ഒരു സിംഗിൾ കമ്പോണന്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പല കമ്പോണന്റ്സ് ബ്ലെൻഡ് ചെയ്തുകൊണ്ടോ നമുക്ക് ഇതിൽ ഈ താഴെ പറയുന്നതിൽ ഏത് കമ്പോണന്റ് മീൻസ് ഒരു ഗാർഡന്റെ പ്രിൻസിപ്പിൾസ് ആണ് ഈ പറയുന്നത്, താഴെ പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏത് പ്രിൻസിപ്പിൾ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ബാലൻസ്, യൂണിറ്റി, കറക്റ്റ് ആൻസർ യൂണിറ്റി.
Next, dash is an overall effect of various features, style and color schemes. പല ഫീച്ചേഴ്സിന്റെ സ്റ്റൈലും കളർ സ്കീംസും ഒക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരു എഫക്റ്റ് അതിനെന്താ പറയാ? ബാലൻസ്, പ്രൊപ്പോർഷൻ, സ്കെയിൽ, ഹാർമണി. ഹാർമണി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഹിഡൻ ഫോക്കൽ പോയിന്റ് ഇസ് കോൾഡ് വിസ്റ്റ, ആക്സെന്റ്, സ്കെയിൽ, ഹാർമണി. Hidden focal point is called Vista. is correct answer. Next, in formal garden, lines are in zigzag, straight, curvy, absent. Formal garden lines എങ്ങനെയാണ്? zigzag ആണോ, straight ആണോ? straight ആണ്. Informal ആവുമ്പോൾ അത് curvy, irregular sized ആയിരിക്കും അല്ലേ? Okay. Next, in landscape design, dash refers to shape of objects. Texture, accent point, form, color. Accent point. Form ആണ്. അതായത് ഒബ്ജക്ട്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഫോം അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻ ലാൻഡ്സ്കേപ്പ് ഡിസൈനിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ് എന്ന് പറയാൻ അത് ഏത് ഫോമിലാണ് ഇരിക്കുന്നത്, ദാറ്റ് ഇസ് ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്ട്. ഓക്കെ, ഫോം ആണ് കറക്റ്റ് ആൻസർ. Next, repetition of same objects at equal distance is called. ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ സെയിം ഒബ്ജക്റ്റിനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് എന്താ പറയാ? ഫോക്കൽ, സ്കെയിൽ, rhythm. Correct answer, rhythm. Next, design and drafting of a landscape garden with the aid of computer is known as. എന്താണ്? CAD. Computer drafting. CAD, drafting, drawing, computer drafting. ഏതാണ് CAD എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ഡ്രാഫ്റ്റിംഗ്. ആൻസർ CAD ആണ് കേട്ടോ. CAD എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. CAD എന്ന് പറയുന്നത് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CAD. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട. CAD എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ലാൻഡ്സ്കേപ്പിംഗ്. ഓക്കെ, സോ CAD ആണ് ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ദാറ്റ് ഇസ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, next is in formal style of gardening, the garden assumes geometric form, irregular form, free form, none. ഫോമൽ സ്റ്റൈലില് ഗാർഡൻ ഏത് ഫോം ആണ് അസ്യൂം ചെയ്യുക? ജോമെട്രിക് ആണോ, ഇറഗുലർ ആണോ, ഫ്രീ ഫോം ആണോ, നൺ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. Geometric form. ജോമെട്രിക് ഫോം ആണ്. ഒരു പർട്ടിക്കുലർ ഒരു ജോമെട്രിയിൽ എന്താണ് ഫോമൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും യുണീക് ആയിട്ട് വരുന്ന ഡിസൈൻസ് ആയിരിക്കും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, so it is geometric form. Next, formal style is economical in space, cost, infrastructure, none. Infrastructure. Space. ഫോമൽ സ്റ്റൈലില് അതായത് ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ ഡിസൈൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പറഞ്ഞല്ലോ, ഫോമൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ പക്കായിട്ട് ഒരു പ്ലാൻ ചെയ്ത് ഫുള്ളി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ്. അപ്പം അതിൽ സ്പേസ് എന്ന് പറയുന്നത് ഇക്കണോമിക്കലായിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഇസ് മോർ ഇക്കണോമിക്കൽ ഇൻ കേസ് ഓഫ് എന്താണ് സ്പേസ്. ഓക്കെ, നെക്സ്റ്റ്, ഗ്രാസ് ഷുഡ് റിമെയിൻ അൺമോവ്ഡ് whereas bulbous plants should be grown scattered in which type of garden? Formal garden, informal garden, freestyle garden, wild style garden. ഏത് ഗാർഡനിലാണ് ഗ്രാസ് എല്ലാം എന്താണ് കട്ട് ചെയ്യാതെ അതുപോലെ നിർത്തി അതിനിടയ്ക്ക് പക്ഷെ ബൾബസ് പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ചെയ്യുന്ന ഒരു ഡിസൈൻ ഏതാണ്? ഒരു പാറ്റേൺ ഏതാണ്? ഏത് സ്റ്റൈൽ ഗാർഡൻ ആണ്? ഫോമൽ ആണോ, ഇൻഫോമൽ ആണോ, ഫ്രീ ആണോ, വൈൽഡ് സ്റ്റൈൽ? യെസ്, വൈൽഡ് സ്റ്റൈൽ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, Chinese, English and Japanese gardens are examples of Formal garden. ഫോമൽ ഗാർഡൻ ആണോ? Informal garden. ഫോമൽ ഗാർഡൻ ആണ്. ഇൻഫോർമൽ ഗാർഡൻ ആണ്. ഇംഗ്ലീഷ് ഗാർഡൻ, ജാപ്പനീസ് ഗാർഡൻ, ചൈനീസ് ഗാർഡൻ ഇതെല്ലാം ഇൻഫോർമൽ ആണ്. ബാക്കി എല്ലാ ടൈപ്പ് ഗാർഡനും ഫോമൽ ഗാർഡൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ബൗണ്ടറി ഇസ് എ ഫീച്ചർ ഇൻ കേസ് ഓഫ്. ഏത് ടൈപ്പ് ഗാർഡനിലാണ് ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫീച്ചർ ആയിട്ട് തന്നെ വരുന്നത്? ബൗണ്ടറി എന്തായാലും വേണം എന്ന് നിർബന്ധമുള്ളത് ഏത് ടൈപ്പ് ഗാർഡനിലാണ്?
Formal garden. ഫോർമൽ ഗാർഡനിൽ ബൗണ്ടറി ഒരു മസ്റ്റ് ഫീച്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ് മുഗൾ ഗാർഡൻ ഇൻവൈറ്റ്സ് വിച്ച് സ്റ്റൈൽ ഓഫ് ഗാർഡൻ? Formal garden. ഫോർമൽ ഗാർഡൻ. Formal garden. ഫോർമൽ ഗാർഡൻ. Yes. Next question. A small pavilion structure situated at an elevated place from where an aerial view of garden can be seen. ഏതാണ്? ഗസീവോ, ഗാർഡൻ ചെയർസ്, ഗേറ്റ്, ടെറസസ്. മനസ്സിലായോ? ഒരു എലിവേറ്റഡ് ഒരു ഹൈറ്റ് കൂടിയ ഒരു പ്ലേസിൽ ഒരു ചെറിയൊരു പാവിലിയൻ പോലെ ഒരു കൂടാരം പോലെ കെട്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗാർഡന്റെ ഒരു ഫുൾ വ്യൂ കിട്ടുന്ന ആ ഒരു സ്ട്രക്ചറിന് എന്താ പറയാ? ഗാസിബോ ആണോ, ഗാർഡൻ ചെയർ എന്നാണോ പറയാ, ഗേറ്റ് എന്നാണോ, ടെറസ് എന്നാണോ പറയാ? Gazebo. Gazebo is the correct answer. Okay, next. A device that tells time by position of sun. സണ്ണിന്റെ പൊസിഷൻ വെച്ചിട്ട് സമയം പറയാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഏതാണ്? ക്ലോക്ക് എന്നാണോ പറയാ? സോളാർ റിസ്റ്റ് വാച്ച് ആണോ, കാൽക്കുലേറ്റേഴ്സ് ആണോ, ഓർ സൺ ഡയൽസ് ആണോ പറയാന്? Solar wristwatch. അല്ല, സൺ ഡയൽ എന്നാണ് പറയുന്നത്. സൺ ഡയൽസ് ആണ് ഗാർഡനിൽ പ്ലേസ് ചെയ്യുന്ന എന്താണ് സമയം നോക്കുന്ന ഒരു ഡിവൈസിനെയാണ് സൺ ഡയൽസ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ്. ബയോ എസ്തറ്റിക് പ്ലാന്റ് സിറ്റി നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ ബയോ എസ്തറ്റിക് പ്ലാന്റ് സിറ്റി ഏതാണ്? ചണ്ഡീഗഡ്, ഗാന്ധിനഗർ, ഭോപ്പാൽ, ലുധിയാന. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നോർത്ത് ഇന്ത്യയിലെ ബയോ എസ്തറ്റിക് ഏതാ? Bhopal. ചണ്ഡീഗഡ് ആണ് ആൻസർ. ഓക്കെ, ബയോ എസ്തറ്റിക്കലി പ്ലാന്റ് സിറ്റി നോർത്ത് ഇന്ത്യ ഈസ് ചണ്ഡീഗഡ്. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഏതാണ്? സൗത്ത് ഇന്ത്യയിൽ ഏതാ ബയോ എസ്തറ്റിക്കലി പ്ലാന്റ് സിറ്റി? കർണാടകയിലെ ബാംഗ്ലൂർ ആണ് ബയോ എസ്തറ്റിക്കലി പ്ലാന്റ് സിറ്റി ഇൻ സൗത്ത് ഇന്ത്യ. ഓക്കെ, കർണാടകയിൽ തന്നെയാണ് ബാംഗ്ലൂർ. ഓക്കെ, നെക്സ്റ്റ്. സിന്തറ്റിക് ടർഫ് ഇസ് ഓൾസോ നോൺ ആസ്. സിന്തറ്റിക് ടർഫിനെ പറയുന്ന മറ്റൊരു പേര്? ബ്ലൂ ടർഫ്, ആസ്ട്രോ ടർഫ്, മൾച്ച്, പെർഗോള. സിന്തറ്റിക് ടർഫ് എന്ന് പറയുന്നത് ടർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് എ ടർഫ്? ടർഫ് നമ്മൾ എവിടെയാ പഠിച്ചേ? ലാൻഡ്സ്കേപ്പിംഗിൽ ടർഫ് എന്താണ്? ലോൺ എന്ന് പറയുമ്പോൾ ലോണില് നമ്മള് എന്താണ് ഷീറ്റ് പോലെ ലോണിന് അതായത് ഗ്രാസിനെ വളർത്തിയിട്ട് അത് ഷീറ്റായിട്ട് നമുക്ക് എന്താണ് ഗാർഡനിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എന്താണ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ടർഫ് എന്ന് പറഞ്ഞത് അല്ലേ? ഷീറ്റ് ഓഫ് ഗ്രാസ് അല്ലേ? ഞാൻ ടർഫ് എന്ന് പറയാ. അതിന്റെ സിന്തറ്റിക് ഫോം, അതായത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫോം, അതിനെന്താ പറയാ? പെർഗോളയാണോ? ആസ്ട്രോടർഫ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആസ്ട്രോടർഫ്. നെക്സ്റ്റ്. ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കട്ട് ഫ്ലവേഴ്സ് ഇൻ ദ വേൾഡ്. കട്ട് ഫ്ലവേഴ്സിന്റെ ലീഡിംഗ് പ്രൊഡ്യൂസർ ആരാണ് വേൾഡില്? ഇന്ത്യ, നെതർലാൻഡ്സ്. യെസ്, നെതർലാൻഡ്സ് ആണ് ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കട്ട് ഫ്ലവേഴ്സ് ഇൻ ദ വേൾഡ്. ഇന്ത്യയിൽ ആരാണ്? ഏത് സ്റ്റേറ്റ് ആണ്? കേരള, കർണാടക, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു. Which is the leading producer of cut flowers in India? കർണാടകയാണോ? ഒന്നുകൂടെ നോക്കിയേ. തമിഴ്നാട് അല്ല. കേരള. അതല്ല, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ is the leading producer of cut flowers in India. Okay. Okay. Next. Paint brush stage is the harvesting stage of. ഏത് ക്രോപ്പിന്റെ ഹാർവെസ്റ്റിംഗ് സ്റ്റേജിനെയാണ് പെയിന്റ് ബ്രഷ് സ്റ്റേജ് എന്ന് പറയുന്നേ? റോസ്, ജബറ, ക്രിസാൻഡ്ര, കാർണേഷൻ. യെസ്, കാർണേഷന്റെ ഹാർവെസ്റ്റിംഗ് സ്റ്റേജിന് പറയുന്നതാണ് പെയിന്റ് ബ്രഷ് സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ്. ലാൽബാഗ് ഗാർഡൻ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ലക്നൗ, ബാംഗ്ലൂരു, മൈസൂർ. യെസ്, ബാംഗ്ലൂർ ആണ് ലാൽബാഗ് ഗാർഡൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മുഗൾ ഗാർഡനില് റണ്ണിംഗ് വാട്ടർ എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ലൈഫ്, ഏതാണ്? യെസ്, ലൈഫിനെയാണ്
റണ്ണിങ് വാട്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് ലൈഫിനെയാണ്. ഡെത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? വാട്ട് റെപ്രസെന്റ്സ് ഡെത്ത് ഇൻ മുഗൾ ടൈപ്പ് ഗാർഡൻ? മുഗൾ ഗാർഡനിലെ ഡെത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? സൈപ്രസ്. ഓക്കെ, ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു സൈപ്രസ് റെപ്രസെന്റ് ചെയ്യുന്ന ഡെത്തിനെയാണ്, റണ്ണിങ് വാട്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് ലൈഫിനാണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫോളിയേജ് shrub grown in garden? Which of the following is a foliage shrub grown in garden? ഗാർഡനിൽ വളർത്തുന്ന ഒരു ഫോളിയേജ് shrub ഏതാണ്? Phyllanthus, Ixora, Bauhinia, Tabernae montana. Which is a foliage shrub grown in garden? ഏതാണ്? Phyllanthus ആണോ, Ixora ആണോ, Bauhinia ആണോ, Tabernae montana ആണോ? പറഞ്ഞോളൂ ആൻസർ. ബൊഹീനിയ ഒരു ഫോളിയേജ് shrub ആണോ? ഫോളിയേജ് shrub എന്ന് പറഞ്ഞാൽ ലീവ്സ് ആണ് അതിന്റെ ഓർണമെന്റൽ പാർട്ടായിട്ട് കാണുന്നത്. മിസ് ഏതോ ഏതാ കേട്ടില്ല. ഹലോ, സെക്കൻഡ് ഓപ്ഷൻ എക്സോറ. ഇക്സോറ അല്ല. ഇക്സോറ ഏതാ? നമ്മുടെ തെറ്റിപ്പൂവാണ് ഇക്സോറ. ഇക്സോറ അല്ല. ഫോളിയേജ് shrub വരുന്നത് ഏതാണ്? ഫില്ലാന്തസ് ആണ് കേട്ടോ. ഫില്ലാന്തസ് ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് എ ഫോളിയേജ് shrub grown in gardens. ഓക്കെ, നെക്സ്റ്റ്, പ്ലാന്റ് സ്യൂട്ടബിൾ ഫോർ മാർഷ് ഓർ ബോഗ് ഗാർഡൻ? മാർഷ് അല്ലെങ്കിൽ ബോഗ് ഗാർഡനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് ഏതാണ്? ഏത് പ്ലാന്റാ? ഇക്സോറ ആണോ, പാൻഡാനസ് ആണോ, ബൊഗൈൻവില്ല ആണോ, ഡുറാൻഡെ ആണോ? അല്ല, പാൻഡാനസ്. പാൻഡാനസ് ആണ് മാർഷ് അല്ലെങ്കിൽ ബോഗ് ഗാർഡനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് പ്ലാന്റ്. ഈ ബോഗ് ഗാർഡൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഗാർഡനാ? ബോഗ് ഗാർഡൻ അല്ലെങ്കിൽ മാർഷ് ഗാർഡൻ. മാർഷ് ഗാർഡൻ എന്ന പേര് കേൾക്കുമ്പോ എന്താ മനസ്സിലാവുന്നത്? മാർഷ് ടൈപ്പ് സോയില്, അതായത് മോയിസ്ചർ കൂടുതലായിട്ട് നിൽക്കുക ചതുപ്പ് നിലം പോലെയുള്ള സ്ഥലങ്ങളില്ലേ, അങ്ങനത്തെ ടൈപ്പ് ഗാർഡൻ. ആ ഒരു ഏരിയയിൽ നമ്മൾ പ്ലാന്റ്സിനെ വളർത്താം, ഗാർഡൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഗാർഡനെ മാർഷ് അല്ലെങ്കിൽ ബോഗ് ഗാർഡൻ എന്ന് പറയും. അപ്പൊ ആ ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അവിടെ സ്യൂട്ടബിൾ ആയിരിക്കുക. മനസ്സിലായോ? പണ്ടാനസ് എന്ന് പറയുന്നത് ഏത് പ്ലാന്റ് ആണെന്ന് അറിയോ? പണ്ടാനസ് എന്ന് പറയുന്നത് മാർഷി ഏരിയയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇറ്റ്സ് ഒരു മോണോക്കോട്ട് പ്ലാന്റ് ആണ്. നമ്മുടെ എന്താണ് ഇതില്ലേ, പൈനാപ്പിൾ ഇല്ലേ, അതുപോലെ ഇരിക്കും കാണാനായിട്ട്, പ്ലാന്റ് കാണാനായിട്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ആൻസർ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പാർട്ട് കഴിഞ്ഞ്. ഞാൻ ലാസ്റ്റ് എടുത്ത പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിന്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and other study materials in PDF format, 5000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship till exam date, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.